ഹായ് ഫ്രണ്ട്സ്, ഐ എം മാസ്റ്റർ അജിത്ത്. എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ചൈനീസ് വെപ്പണായ നെൻചെക്കിൻ്റെ കുറച്ച് ബേസിക്സ് ആണ്. നമുക്ക് ഈ വെപ്പൺ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഒരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ, നമ്മുടെ ശരീരത്തിനൊരു ഹാനിയും വരാത്ത രീതിയിൽ നമുക്കതിൻ്റെ ബേസ് തൊട്ട് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ നെഞ്ചക്കത്തെ കയ്യിലിങ്ങനെ പിടിക്കുക. ഒരിക്കലും നെഞ്ചക്കിൻ്റെ ഈ അറ്റത്ത് പിടിക്കാൻ പാടില്ല, കയറ്റി പിടിക്കണം. ഇവിടെ നമുക്ക് ഗ്രിപ്പ് കിട്ടുള്ളൂ. ആ വെയിറ്റൊക്കെ ബാലൻസ് ചെയ്ത് നമുക്ക് ചെയ്ത് പിടിക്കണമെങ്കിൽ ഇങ്ങനെ പിടിക്കുക. കൈ പുറകോട്ട് വലിക്കുക, ഇങ്ങനെ പയ്യെ വലിച്ചു, പുറകോട്ട് വലിച്ചു, പുഷ് ചെയ്തു, പുറകോട്ട് വലിച്ചു, പുഷ് ചെയ്തു. അടുത്തതെന്ന് പറയുന്നത് ഇത് ഇങ്ങനെ കൈ തിരിക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ തിരിച്ചു, ഇവിടെ വന്നു, വീണ്ടും ഇങ്ങനെ ഇവിടെ വന്നു. പയ്യെ സാവധാനമാണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. അടുത്ത സൈഡിലേക്ക് ഇത് ഇങ്ങനെ അകത്തോട്ട് കൈ തിരിച്ച് ഇങ്ങനെ വരും കേട്ടോ. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മൾ നെഞ്ചക്ക് വെറുതെ ഫ്രീ ആക്കി ഇടുക. ഫ്രീ ആക്കി ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് കറക്കുക. ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് പയ്യെ കറക്കുക, ഇങ്ങനെ കറക്കി. ഓക്കെ, അടുത്ത കൈക്ക് അതുപോലെ തന്നെ അടുത്ത കൈക്ക് റൊട്ടേഷൻ കൊടുക്കുക. ഉണ്ടോ? അതുപോലെ തന്നെ ഫോർവേഡ്, നമ്മൾ ബാക്ക്വേഡ് തിരിച്ചു കഴിഞ്ഞ് ഫോർവേഡ് കറക്കുക. ഫോർവേഡ് റൊട്ടേഷൻ ചെയ്തു, തിരിച്ച് അതുപോലെ തന്നെ ഫോർവേഡ് റൊട്ടേഷൻ ചെയ്തു. ഉണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഇത് 1 2 3 4 ഉണ്ടോ? 1 2 3 4 5 6. ഒന്നുകൂടി 1 ഫസ്റ്റ് ബേസ്, 2 ബ്ലോക്ക് ചെയ്തു, 3 ഫോർവേഡ് 2 പ്രാവശ്യം മുമ്പിലേക്ക്, 4 ബാക്ക്വേഡ് 2 പ്രാവശ്യം പുറകിലേക്ക്, ഹാൻഡ് ചേഞ്ച് ചെയ്തു, വീണ്ടും ഫോർവേഡ് 1 2 3. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നെഞ്ചക്കെന്ന് പറഞ്ഞാൽ. കാണുമ്പോൾ നിസ്സാരമാണ്, പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഈ കാണിച്ചതുപോലെ കാണിച്ച രീതിയിലുള്ള ബേസിക്സ് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ വ്യായാമങ്ങൾ ചെയ്തതിന് ശേഷമേ നമ്മൾ ഈ വെപ്പൺസ് നെഞ്ചക്ക് യൂസ് ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ ജോയിൻസിനുള്ള കൈയുടെ ജോയിൻസിനുള്ള വാമ്പിങ് കൊടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻസിന് വിഷയം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള വാമ്പിങ് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ബേസിക്സ് സാവധാനം ചെയ്ത് പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ വെപ്പണിലേക്ക് പോകാതെ, ഈ വെപ്പൺ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള വെപ്പണാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൈകാര്യം നമുക്ക് കൈവച്ച് സൂക്ഷിക്കാൻ ഒന്നും അനുവാദമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ പ്രത്യേകം പെർമിഷനൊക്കെ എടുത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നെഞ്ചക്കെന്ന് പറയുന്നത്. കുട്ടികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വീഡിയോ എല്ലാ ഏജിലുള്ള ആൾക്കാരും കാണുന്നതാണ്. അപ്പം കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നെഞ്ചക്കിൻ്റെ ഇപ്പം ഞാൻ കാണിച്ച ബേസിക്സ് ഒരു തോർത്തെടുത്തിട്ട് തോർത്ത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അപകടം ഉണ്ടാവില്ല. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. താങ്ക് യു.